നമ്മൾ കുറച്ച് ദിവസം മുമ്പ് എന്ന് പറയുമ്പോൾ ഒരു 8, 9, 10 മാസം മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്ന് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന്. അപ്പം ഫസ്റ്റ് തന്നെ പറയാം, ഐ എം നോട്ട് എ ബ്യൂട്ടി വ്ലോഗർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കുക്കിങ്, എൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. സോ ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യൂ, ഇന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, അങ്ങനെ കിട്ടും എന്നൊന്നും പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ അനുഭവം, എൻ്റെ സ്കിന്ന് ഇങ്ങനെ ആവാനുള്ള പ്രധാന കാരണം എന്താ, ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിരുന്ന സ്ട്രെസ്സ്, കുറച്ച് കാര്യങ്ങൾ, പിന്നെ സ്കിന്നിനുണ്ടായ കുറച്ച് മാറ്റങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. അവിടുന്ന് ഞാൻ ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഡെർമാറ്റോളജിസ്റ്റിനെ പോയി ഒരു കൺസൾട്ടേഷൻ എടുത്തു. എന്നിട്ട് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആവുമോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആരും ഇത് അനുകരിക്കരുതെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. അപ്പോൾ ഫസ്റ്റത്തെ സംഭവം ഞാൻ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് സിമ്പിൾ ഞാൻ ഇതൊരു പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയൂ, സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യാം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. എൻ്റെ ഫേസിൽ വന്ന മാറ്റം എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഭയങ്കര ഡള്ളായി. എനിക്ക് മുഖത്ത് അങ്ങനെ കുരുവോ കാര്യങ്ങളോ ഒന്നും പടച്ചാൻ സഹായിച്ച് ഇല്ലാതിരുന്നൊരു സമയമായിരുന്നു. പക്ഷേ എനിക്ക് നിറയെ മുഖക്കുരു വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എനിക്ക് വെയിലടിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക്. ഞാനിങ്ങനെ വിയർക്കൊക്കെ ചെയ്യുമ്പോൾ ആ കുരു എല്ലാം കൂടി ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും, അത്ര ഇതായി. പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഫേസിന് നല്ല രീതിയിൽ വണ്ണം വെച്ചു. കഴുത്തും കയ്യും മുഖവും ഒക്കെ ഭയങ്കര ഡാർക്കായി. ഈ ഡാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കറുപ്പ് കൊള്ളത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് ഞാൻ അങ്ങനെ പറയരുത്. കറുത്തിട്ട് വെളുക്കുക അങ്ങനെയല്ല, കറുപ്പായാലും വെളുപ്പായാലും അത് നമ്മുടെ ജനറ്റിക്കലി ഉണ്ടാകുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്ലാക്ക് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ വെളുത്തിട്ട് പറയാം, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് ഇതൊക്കെ ഡിസ്ക്ലൈമർ ആട്ടോ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റും പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല വന്നേക്കുന്നത്, ജസ്റ്റ് എൻ്റെ അനുഭവം പറയാണ്. അപ്പോൾ എൻ്റെ സ്കിന്ന് നല്ല ഡള്ളായി. ഫസ്റ്റ് കുരുവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് നാൾ ഞാൻ വിചാരിച്ചു ഇത് ഇപ്പം മാറും. കുറേ പേര് പറഞ്ഞു അത് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്നതാണ്, ഉറപ്പായിട്ടും ഇങ്ങനെ വലിയ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, കുറച്ച് മാസം കഴിയുമ്പോൾ മാറും. കുറച്ച് മാസമായി, പിന്നെ 6 മാസമായി, 7 മാസമായിട്ടും എൻ്റെ സ്കിന്നിന് യാതൊരുവിധ മാറ്റവും വരുന്നില്ല. ഞാൻ നല്ല രീതിയിൽ എനിക്ക് ടാനായിട്ട് എനിക്ക് ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ അറിയാം, ഇത് ഫോട്ടോസല്ല, ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അറിയാം, ഇതിലൊക്കെ ഞാൻ ഇങ്ങനെ നല്ല ഇരുണ്ടിട്ട് നല്ല അത്യാവശ്യം എനിക്കിങ്ങനെ താഴേക്ക് ഇറങ്ങി ഇവിടേക്ക് ഇങ്ങനെ കുറച്ച് ഇതൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഒരു സമയം. അപ്പം ഞാൻ പതിയെ എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഒന്നാമത്തെ സംഭവം നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ വെക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്കിൻ പ്രോബ്ലം വരുമ്പോൾ യൂട്യൂബേഴ്സും ബ്യൂട്ടീഷ്യൻകളൊക്കെ പറയുന്ന കേൾക്കാണ്ട് ഫസ്റ്റ് നിങ്ങളുടെ സ്കിൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതാണ് മെയിനായിട്ടുള്ള തിങ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, എന്താണ് നിങ്ങൾക്ക് മെയിനായിട്ട് പറഞ്ഞു തരേണ്ടത് എന്നുള്ളത്. അപ്പം ഞാൻ ഈ കുരുവുള്ള ടൈമിലും ഞാൻ കുറേ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആ ടൈമിൽ കുറേ മോയ്സ്ചറൈസേഴ്സ് ഞാനിങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യുക, പോയി വൈറ്റമിൻ D3 ചെക്ക് ചെയ്യുക. അപ്പോൾ വൈറ്റമിൻ D3 ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് അത് ഓക്കെയാണ്. പിന്നെ ഓൾറെഡി എനിക്ക് സൺ അലർജി ഉണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് 15 മിനിറ്റ് വെയിൽ കൊള്ളുവാണെങ്കിൽ എൻ്റെ ഇവിടെ ഇത്ര ഇങ്ങനെ ചുമന്ന് ഇങ്ങനെ തടുത്ത് വരും. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ട് അവർക്ക് മനസ്സിലാവും, എടുത്തു വരും. പിന്നെ ചില വെള്ളപ്പാടുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ എൻ്റെ സ്കിന്നിനുണ്ട്. പണ്ട് മുതലേ തന്നെ അങ്ങനെയാണ് എൻ്റെ സ്കിന്ന് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് എനിക്കൊരു ഒരു ട്യൂബ് വന്നു, ഈ കുരു ഉള്ളിടത്ത് മാത്രം ഇടാനായിട്ട്. അത് ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇതിൽ ഒരു കുരു വന്ന് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു കുരു വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അതിലിങ്ങനെ അവിടെ നിന്ന് ആക്കി കൊടുക്കും. പിറ്റേ ദിവസം അത് അങ്ങ് താരും. ഒരു 2-3 ദിവസം ആകുമ്പോഴത്തേക്ക് അത് കാണാണ്ടാവും. 100% അത് കാണാണ്ടാവും. പിന്നെ ഞാൻ കറക്റ്റായിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി. ഒരു 2.5 ലിറ്റർ വാട്ടറെങ്കിലും ഡെയിലി ഞാൻ കുടിക്കാൻ തുടങ്ങി. അപ്പം തന്നെ എൻ്റെ സ്കിന്ന് കുറേ ഫ്രഷായി. നമ്മുടെ സ്കിന്ന് ഇങ്ങനെ ചുളുങ്ങി നമ്മളെ കാണുമ്പോൾ വലിയൊരു ഭംഗിയൊന്നുമില്ല. ഇങ്ങനെ എന്തോ എന്ന് വെച്ചാൽ വെളുക്കുന്നതല്ലല്ലോ ഭംഗി. നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, നമ്മൾ നല്ല ഭംഗിയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളം കുടിക്കുക എന്നുള്ളത് മെയിനാണെന്ന് എനിക്ക് അപ്പം മുതൽ മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ മോയ്സ്ചറൈസർ ഞാൻ ചേഞ്ച് ചെയ്തു. മെയിനായിട്ട് ഒരു സൺസ്ക്രീനും ഞാൻ മേടിച്ചു. സൺസ്ക്രീൻ ഓൾറെഡി ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടിരുന്നത്. പക്ഷേ മോയ്സ്ചറൈസർ ചേഞ്ച് ചെയ്ത് ബയോസിൽക്ക് എന്ന് പറയുന്ന ഒരു മോയ്സ്ചറൈസറിലേക്ക് പോയി. അത് അടിപൊളി ഒരു കൊറിയൻ മോയ്സ്ചറൈസറാണ് സാധനം. ഇത്
എൻ്റെ ഇപ്പോൾ ഒരു 3-4 ട്യൂബാണ് ഞാൻ ഇപ്പോഴും സ്ഥിരം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇത് യൂസ് ചെയ്യാൻ രാവിലെയും വൈകിട്ടും ഞാൻ സ്ഥിരം എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ യൂസ് ചെയ്യണം. വേറെ അങ്ങനെ പ്രത്യേകിച്ച് സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തില്ല ആ ടൈമിൽ. ഏതെങ്കിലും ഫേസ് പാക്ക് ഇടുകയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ ഇടുന്ന ഫേസ് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും വീട്ടിൽ റെമഡി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്കും ശരിയാവണം എന്നൊന്നുമില്ല. അത് ഒന്നാമത്തെ സംഭവം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അവർ പറയുന്ന മോയ്സ്ചറൈസറും അവർ പറയുന്ന സൺസ്ക്രീനും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് കുറേ ബെറ്റർ ആവും. പിന്നെ ഈ ഡബിൾ ചിന്നൊക്കെ മാറാൻ എന്താ ചെയ്തതെന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നത്. പഴയതിലൊക്കെ എനിക്ക് കുറച്ച് ഡബിൾ ചിന്നിക്കണം, കാരണം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാലോ നമ്മൾ ആവശ്യത്തിന് ഞം ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് കരക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ എടുക്കും എന്ന് വെച്ചാൽ രാവിലെ വൈകിട്ട് ഒരു എമൗണ്ടിൽ എടുക്കും. ദെൻ ഇവിടുന്ന് പിന്നെ ഇവിടുന്ന് പിന്നെ ഇവിടെ ഒക്കെ ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ 2 കൈ എടുത്ത് നല്ലപോലെ ആ മോയ്സ്ചറൈസർ എടുത്തിട്ട് ഈ 2 വിരലെടുക്കുക. ദെൻ 1 2 3 4 5 6 7 8 9 10 അങ്ങനെ ഒരു 20 ടൈംസ് ഞാൻ ചെയ്യും. അതേപോലെ ഇവിടുന്ന് താഴോട്ടും ഇതും 20 ചെയ്യും. ഇവിടുന്ന് അപ്പാട്ടോ ചെയ്യുന്നത്, ഇവിടുന്ന് ഇങ്ങനെ അപ്പ് ചെയ്യും, ഹെഡിൽ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ കുറച്ച് നാൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുമായിരുന്നു. നല്ല ഈ മോയ്സ്ചറൈസർ ആണ് രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യാൻ തുടങ്ങി. ഇത് യൂസ് ചെയ്തതിൻ്റെ മുകളിൽ ഞാൻ ഫോട്ടോസ്റ്റേബിൾ എന്ന് പറയുന്ന ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ആ സൺസ്ക്രീൻ യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ ഇതെല്ലാം എന്ന് വെച്ചാൽ കുരു ഉള്ള ടൈമിലാണെങ്കിൽ നിങ്ങൾ മാക്സിമം മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഞാൻ എൻ്റെ കാര്യമാണ് പറയാം, ഞാൻ ആ സമയത്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് മുഖക്കുരു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതിരിക്കുക, അതായിരിക്കും നല്ലത്. കാരണം കുരു കൂടാൻ ചാൻസ് ഉണ്ട് മോയ്സ്ചറൈസർ ഉള്ള ടൈമിൽ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ നിർത്തിയിട്ട് ഈ ഒരു സംഭവമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇതിപ്പോൾ ഇതിൻ്റെ ശവപ്പെട്ടി വരെ തോണ്ടി വെച്ചേക്കാണ്. അപ്പം ഇത് യൂസ് ചെയ്യുമായിരുന്നു. അതോടുകൂടി എൻ്റെ മുഖത്തെ കുരു മൊത്തം പോയി. ഒരു 2 വീക്കൊക്കെ യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫേസിലെ ഫുൾ കുരു പിന്നെ വന്നിട്ടുമില്ല, ആ വഴി പോയി. കാരണം എനിക്ക് മുമ്പ് കുരു ഇല്ലായിരുന്നു. ചിലപ്പം ഓൾറെഡി മുഖക്കുരു എപ്പോഴും ഇങ്ങനെ വരുന്നവർക്ക് ഇത് യൂസ് ചെയ്താലും വരികയും പോവുകയും ചെയ്യുമായിരിക്കും. എനിക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ എനിക്ക് അങ്ങനെ കുരുവൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വന്നതായതുകൊണ്ടും ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പോകുന്നുണ്ടായിരുന്നു, ഫുള്ളായിട്ട് പോയി. അങ്ങനെ ആ പരിപാടി ഞാൻ നിർത്തി. ആ ഒരു ടൈമിൽ ഞാൻ അത് മാത്രമേ യൂസ് ചെയ്തോളൂ. അതാണ് മെയിൻ സംഭവം. നമ്മൾ ഒരു കാര്യം യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സാധനം ഒരു 1 വീക്ക് 2 വീക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യുക. അല്ല ബ്ലോഗേഴ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്കും കറക്റ്റ് ആവണമെന്നില്ല. അവരുടെ സ്കിന്നിന് അത് ഓക്കെ ആയെന്ന് വെച്ചിട്ട് നമുക്കത് നോക്കണം. അപ്പോൾ ഞാനും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ട് എടുക്കും. പക്ഷേ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആവണമെന്നില്ല. ചിലപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിന് ഓക്കെ ആവുന്ന കാര്യങ്ങളായിരിക്കും പ്രൊമോട്ട് ചെയ്യുക. അതും ഒരു നോട്ട് ദ പോയിൻ്റ് ആണ്. അപ്പം നമ്മുടെ എല്ലാവരുടെ സ്കിന്നും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ സംഭവം ഇത് ഇത്രയാണ്. ഞാൻ നല്ല രീതിയിൽ ആദ്യം എൻ്റെ പിമ്പിൾസിനെയാണ് ഞാൻ കെയർ ചെയ്തുകൊണ്ടിരുന്നത്. പിമ്പിൾസ് ഫുള്ള് ഞാൻ മാറ്റിയതിന് ശേഷം മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഡെയിലി അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഈ ഒരു മസാജ് ഡെയിലി ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഇതൊക്കെ ഇല്ലേ, ഒരു ഷേപ്പൊക്കെ കുറച്ച് നമുക്കിങ്ങനെ എടുത്തൊരു ജോ ലൈനൊക്കെ കുറച്ച് ഓക്കെ ആവും. ഇപ്പം എനിക്ക് ഭയങ്കര ജോ ലൈൻ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഇത്ര നല്ല രീതിയിൽ ഇതുണ്ടായിരുന്നു എനിക്ക് ആ ഡബിൾ ചിന്നൊക്കെ മാറി കുറച്ചൊക്കെ ഓക്കെ ആയി. ഫേസ് കുറച്ച് നല്ല ആൻഡ് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് ഇതൊക്കെ നിങ്ങളെ സഹായിക്കും. ഇനിയും ഉണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഈ പാർട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഫസ്റ്റ് നമ്മൾ ബേസ് സെറ്റാക്കാനാണല്ലോ. അപ്പോൾ ഞാൻ ബേസ് സെറ്റാക്കിയത് അങ്ങനെയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നെക്സ്റ്റ് വീഡിയോ പറയുമ്പോൾ ബൈ ഗൈസ്.